ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ PSC എക്സാമുകളിലൊക്കെ 1 മാർക്ക് നമുക്ക് നേടിത്തരുന്ന കൃതികളും രചയിതാക്കളും, ചില പ്രധാനപ്പെട്ട കൃതികളും അവയുടെ രചയിതാക്കളെയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കൃതിയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നമുക്കറിയാം, VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 2, അഗ്നിസാക്ഷി. നമുക്കറിയാമല്ലോ, ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവലാണ് അഗ്നിസാക്ഷി. 3rd വണ്ണാണ് അമ്പലമണി. അമ്പലമണി ആരുടെ കവിതയാണ്? സുഗതകുമാരിയുടെ കവിതയാണ് അമ്പലമണി. നെക്സ്റ്റ് വൺ ഐതിഹ്യമാല. ആരാണ്? അതൊരു ചെറുകഥയാണ് അല്ലേ. അപ്പം ഐതിഹ്യമാല എന്ന് പറഞ്ഞത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ചെറുകഥകളുടെ സമാഹാരമാണ്. അതുപോലെ തന്നെ ആത്മോപദേശക ശതകം. നമുക്കറിയാലോ, ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതയാണല്ലേ ആത്മോപദേശ ശതകം. നെക്സ്റ്റ് വൺ ആഹിലായുടെ പെൺമക്കൾ. ആരുടെ നോവലാണിത്? ഇത് സാറാ ജോസഫിൻ്റെ നോവലാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, VT ഭട്ടതിരിപ്പാട് നാടകം, അതുപോലെ തന്നെ അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവൽ, അമ്പലമണി, സുഗതകുമാരിയുടെ കവിത, അതുപോലെ തന്നെ ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ചെറുകഥയാണ്, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതയാണ്, ആഹിലായുടെ പെൺമക്കൾ സാറാ ജോസഫ് എഴുതിയ നോവലാണ്. നെക്സ്റ്റ് നോക്കാം. അവകാശികൾ ആരുടെയാണ്? നമുക്കറിയാം, വിലാസിനി എന്നറിയപ്പെടുന്ന അല്ലേ. അപ്പോൾ വിലാസിനി എഴുതിയ നോവലാണ് എന്ത്? അവകാശികൾ. നെക്സ്റ്റ് വൺ അവനവൻ കടമ്പ. ആരുടെ നാടകമാണ്? കാവാലം നാരായണ പണിക്കർ എഴുതിയ നാടകമാണ് അവനവൻ കടമ്പ. നെക്സ്റ്റ് വൺ ആയിഷ. ആയിഷ എഴുതിയത് ആരാണ്? വയലാർ രാമവർമ്മയാണ് അല്ലെ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് ആയിഷ. അയ്യപ്പ പണിക്കരുടെ കൃതികൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലെ. അതൊരു കവിതയാണ്. അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയാണ് അല്ലെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ. നെക്സ്റ്റ് വൺ അയൽക്കാർ. അയൽക്കാർ ഒരു നോവലാണ്. P. കേശവദേവ് എഴുതിയ ഒരു നോവലാണ് അയൽക്കാർ. നെക്സ്റ്റ് വൺ അറബിപ്പൊന്ന്. അറബിപ്പൊന്നെന്ന് പറഞ്ഞാൽ 2 പേര് ഒന്നിച്ചു ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. അത് PSC പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അറബിപ്പൊന്ന്, ഇത് ശ്രദ്ധിക്കുക. അറബിപ്പൊന്ന് എഴുതിയത് ആരൊക്കെ ചേർന്നാണ്? MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് എന്ത്? അറബിപ്പൊന്ന്. ഓക്കെ, അപ്പോൾ അവകാശികൾ, വിലാസിനി, അവനവൻ കടമ്പ, കാവാലം നാരായണ പണിക്കർ നാടകമാണ്, ആയിഷ വയലാർ രാമവർമ്മ കവിതയാണ്, അയ്യപ്പ പണിക്കരുടെ കൃതികൾ അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയാണ്, അയൽക്കാർ P. കേശവദേവിൻ്റെ നോവലാണ്, അറബിപ്പൊന്ന് MDയും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു 60ഓളം കൃതികളും അതെഴുതിയ കർത്താക്കളെയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. അരങ്ങ് കാണാത്ത നടൻ. തിക്കോടിയൻ്റെ ആത്മകഥയാണ് അല്ലേ. നമ്മൾ അരങ്ങ് കാണാത്ത നടൻ, നമ്മൾ ഇന്നലെ ആത്മകഥയെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക, തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അരങ്ങ് കാണാത്ത നടൻ എഴുതിയത് ആരാണ്? തിക്കോടിയൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആത്മകഥ അറിയാമല്ലോ, EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. സർദാർ KM പണിക്കരുടെ ആത്മകഥയാണ് അല്ലെ ആത്മകഥ. അതുപോലെ തന്നെ പിന്നെ സുഗതകുമാരിയുടെ ആത്മകഥ എന്ത് തന്നെയാണ്? ആത്മകഥ. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പം ആത്മകഥ EMS നമ്പൂതിരിപ്പാട് ആത്മകഥ. ഇനി ബാഷ്പാഞ്ജലി എഴുതിയത് അതൊരു കവിതയാണ്. ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് ബാഷ്പാഞ്ജലി. നെക്സ്റ്റ് വൺ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും. സക്കറിയ എഴുതിയ ചെറുകഥയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും അത് ഏത് ഇതിൽ പെടുന്നു? ചെറുകഥകളിൽ പെടുന്നതാണ് കേട്ടോ. സക്കറിയയാണ് എഴുതിയത്. നെക്സ്റ്റ് വൺ ഭാരത പര്യടനം. കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ ഒരു ഉപന്യാസമാണ് ഭാരത പര്യടനം. ഓക്കെ, നെക്സ്റ്റ് വൺ ഭൂമിഗീതങ്ങൾ. ആരെഴുതിയതാണ്? വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കവിതയാണ്. നമ്മൾ ഭൂമിക്കൊരു ചരമഗീതം പഠിച്ചിട്ടുണ്ടല്ലോ ONV കുറുപ്പിൻ്റെ. അതല്ല, തിരിഞ്ഞു പോരുത്. ഭൂമിഗീതങ്ങൾ എന്ന് പറഞ്ഞ കവിത എഴുതിയത് ആരാണ്? വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയത് ആരാണ്?
നമ്മുടെ മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ്. അപ്പൊ അശ്വത്ഥാമാവ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ നോവലാണ് കേട്ടോ. അപ്പൊ അരങ്ങ് കാണാത്ത നടൻ ആരാണ്? തിക്കോടിയനാണ്. ആത്മകഥ EMS, ബാഷ്പാഞ്ജലി, ചങ്ങമ്പുഴ, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, സക്കറിയയുടെ ചെറുകഥ, ഭാരത പര്യടനം കുട്ടിക്കൃഷ്ണമാരാരുടെ ഉപന്യാസം, ഭൂമിഗീതങ്ങൾ വിഷ്ണു നാരായണൻ നമ്പൂതിരി കവിത, അശ്വത്ഥാമാവ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ നോവലാണ്. നെക്സ്റ്റ് നോക്കാം. ഛത്രവും ചാമരവും അത് ആരെഴുതിയതാണ്? MB ശങ്കുണ്ണി നായർ എഴുതിയ ഉപന്യാസമാണ്. ഛത്രവും ചാമരവും MB ശങ്കുണ്ണി നായർ അദ്ദേഹം എഴുതിയ ഉപന്യാസമാണ്. ചെമ്മീൻ അറിയാലോ, നോവലാണ്. ആരുടെയാണ്? തകഴി അല്ലെ. ദൈവത്തിൻ്റെ കണ്ണ്, ദൈവത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്ന നോവൽ എഴുതിയത് NP മുഹമ്മദാണ്. ഓർക്കുന്നുണ്ടല്ലോ, അറബിപ്പൊന്ന് എഴുതിയ NP മുഹമ്മദ്. അപ്പൊ ദൈവത്തിൻ്റെ കണ്ണ് അതൊരു നോവലാണ്, NP മുഹമ്മദിന്റെ. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കവിതയാണത്? NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ് ഗാന്ധിയും ഗോഡ്സെയും. നെക്സ്റ്റ് വൺ, ദൈവത്തിൻ്റെ വികൃതികൾ. ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയത് ആരാണ്? M മുകുന്ദന്റെ നോവലാണ് ദൈവത്തിൻ്റെ വികൃതികൾ. അപ്പൊ തിരിഞ്ഞു പോരുത്. 22ാമത്തത് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് എഴുതിയത് ആരാണ്? NP മുഹമ്മദാണ്. പക്ഷെ ദൈവത്തിൻ്റെ വികൃതികൾ എഴുതിയത് ആരാണ്? നമ്മുടെ M മുകുന്ദനാണ്. അദ്ദേഹത്തിന്റെ നോവലാണ് എന്ത്? ദൈവത്തിൻ്റെ വികൃതികൾ. ഗസൽ എഴുതിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ്. നമുക്കറിയാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുമ്പോൾ ശുഭിത യൗവനത്തിന്റെ കവി എന്നാണല്ലേ അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ഗസൽ എന്ന് പറഞ്ഞ കവിത എഴുതിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ചണ്ടാല ഭിഷുകി നമുക്കറിയാലോ, നമ്മുടെ കുമാരനാശാന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കവിതയാണ് അല്ലെ ചണ്ടാല ഭിഷുകി. നെക്സ്റ്റ് വൺ, ഗുരു. ഗുരു എന്ന് പറഞ്ഞ നോവൽ ആരാ എഴുതിയെന്ന് പലതവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആരാ എഴുതിയത്? K സുരേന്ദ്രനാണ്. അപ്പൊ ഛത്രവും ചാമരവും MP ശങ്കുണ്ണി നായർ ഉപന്യാസം, ചെമ്മീൻ തകഴി നോവൽ, ദൈവത്തിൻ്റെ കണ്ണ് NP മുഹമ്മദ് നോവൽ, ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യർ കവിത, ദൈവത്തിൻ്റെ വികൃതികൾ M മുകുന്ദൻ നോവൽ, ഗസൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത, ചണ്ടാല ഭിഷുകി കുമാരനാശാന്റെ കവിത, ഗുരു K സുരേന്ദ്രൻ എഴുതിയ നോവൽ. ആരെ കുറിച്ചിട്ടാണ്? നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് അല്ലെ. K സുരേന്ദ്രൻ എഴുതിയ നോവലാണ് ഗുരു. നെക്സ്റ്റ് വൺ, ചലച്ചിത്രത്തിന്റെ പൊരുൾ. അത് എഴുതിയത് ആരാണ്? അത് വിജയകൃഷ്ണൻ എഴുതിയ ഒരു ഉപന്യാസമാണ് കേട്ടോ. ചലച്ചിത്രത്തിന്റെ പൊരുൾ. കണ്ണുനീർത്തുള്ളി നമുക്കറിയാലോ, നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ ഒരു കവിതയാണ് കണ്ണുനീർത്തുള്ളി. ഗുരുസാഗരം എന്ന നോവൽ രചിച്ചത് ആരാണ്? PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. OV വിജയനാണ് ഗുരുസാഗരം എഴുതിയത്. അത് എന്തിൽ പെടുന്നു? ഒരു നോവലിലാണ് അത് പെടുന്നത്. നെക്സ്റ്റ് വൺ, കയ്പവല്ലരി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയാണ് കയ്പവല്ലരി. ഹിഗ്ഗിറ്റ എഴുതിയത് ആരാണ്? NS മാധവൻ. അദ്ദേഹത്തിന്റെ ഒരു ചെറു കഥയാണ് എന്ത്? ഹിഗ്ഗിറ്റ. അതുപോലെ തന്നെ കരുണ നമുക്കറിയാലോ, കുമാരനാശാന്റെ കവിതയാണത്. ഇനി കഴിഞ്ഞ കാലം KP കേശവമേനോന്റെ കൃതിയാണ് കഴിഞ്ഞ കാലം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആത്മകഥയിൽ പഠിച്ചായിരുന്നു അല്ലെ. ഇനി കയർ എഴുതിയത് ആരാ? നമുക്കറിയാം തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിന്റെ നോവലാണ്. ഇനി കൊടുങ്കാറ്റ് ഉയർത്തിയ കാലം, അത് ജോസഫ് ഇടമറുക എഴുതിയ ഉപന്യാസമാണ്. അപ്പൊ ചലച്ചിത്രത്തിന്റെ പൊരുൾ ആരെഴുതിയത്? വിജയകൃഷ്ണൻ ഉപന്യാസം. കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണ മേനോന്റെ കവിത, ഗുരുസാഗരം OV വിജയൻ എഴുതിയ നോവൽ, കയ്പവല്ലരി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിത, ഹിഗ്ഗിറ്റ NS മാധവൻ എഴുതിയ ചെറുകഥ, കരുണ കുമാരനാശൻ എഴുതിയ കവിത, കഴിഞ്ഞ കാലം KP കേശവമേനോൻ അദ്ദേഹത്തിന്റെ ആത്മകഥ, കയർ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ, കൊടുങ്കാറ്റുയർത്തിയ കാലം ജോസഫ് ഇടമറുക എഴുതിയ അദ്ദേഹത്തിന്റെ ഉപന്യാസമാണ്. 37ാമത്തെ നോക്കാം. കല്യാണ സൗഗന്ധികം നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് കല്യാണ സൗഗന്ധികം. മറന്നു പോരുത്, പഠിച്ചു വെക്കുക. കാഞ്ചന സീത അതൊരു നാടകമാണ് അല്ലെ. CN ശ്രീകണ്ഠൻ നായർ എഴുതിയ നാടകമാണ് കാഞ്ചന സീത. റിപ്പീറ്റഡ് ആണ്. അടുത്തത് നോക്കാം. കഴിഞ്ഞ കാലമൊക്കെ നമ്മുടെ റിപ്പീറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ, ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ നോവലാണ്. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ്. അദ്ദേഹത്തിന്റെ കവിതയാണ് അല്ലെ. ഇനി കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് ആരാ? രാമപുരത്ത് വാര്യറാണ് അല്ലെ. രാമപുരത്ത് വാര്യരുടെ കവിതയാണ്
ഇനി കൊഴിഞ്ഞ ഇലകൾ ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കഴിഞ്ഞ കാലമാണെങ്കിൽ KP കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, ജോസഫ് മുണ്ടശ്ശേരി. കാലം, കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ MD വാസുദേവൻ നായരുടെ നോവലാണ് കാലം. ഹിഗ്യുറ്റ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. NS മാധവന്റെ ചെറുകഥ. ഹിമാലയ സാനുവിലൂടെ നമ്മുടെ KV സുരേന്ദ്രനാഥ് എഴുതിയ ഒരു യാത്രാ വിവരണമാണ്. അപ്പൊ ഹിമാലയ സാനുവിലൂടെ ആരാണ് എഴുതിയത്? KV സുരേന്ദ്രനാഥ് യാത്രാ വിവരണം. ഒന്നുകൂടി നോക്കാം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ കവിത. കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായർ നാടകം. കയർ തകഴി ശിവശങ്കരപിള്ള നോവൽ. അതുപോലെ തന്നെ കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കവിത. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരുടെ കവിത. അതുപോലെ തന്നെ കാലം MD വാസുദേവൻ നായരുടെ നോവൽ. ഹിമാലയ സാനുവിലൂടെ KV സുരേന്ദ്രനാഥിന്റെ യാത്രാ വിവരണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ദുലേഖ അറിയാലോ, O ചന്തുമേനോന്റെ നോവലാണ് അല്ലെ. ഇനി ഞാൻ ഉറങ്ങട്ടെ PK ബാലകൃഷ്ണൻ എഴുതിയ നോവലാണ്. ഇസങ്ങൾക്കപ്പുറം S ഗുപ്തൻ നായർ എഴുതിയ ഉപന്യാസമാണ്. കൈരളിയുടെ കഥ N കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഉപന്യാസമാണ്, പഠിച്ചു വെക്കുക. കുറത്തി എഴുതിയതാരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ് എന്ത്? കുറത്തി. കാരൂരിന്റെ ചെറുകഥ ആരായിരിക്കും എഴുതിയത്? കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥ സമാഹാരമാണ് കാരൂരിന്റെ ചെറുകഥകൾ. മരുഭൂമികൾ ഉണ്ടാവുന്നത് എങ്ങനെ? ആനന്ദിന്റെ നോവലാണ്, ചോദിച്ചിട്ടുള്ളതാണ്. മരുഭൂമികൾ ഉണ്ടാവുന്നത് എങ്ങനെ? ആനന്ദ് നോവൽ. അപ്പൊ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ക്ലാസ്സുകൾ ഈ ചാനലിൽ പ്രത്യേകം എന്താണ് പ്ലേ ലിസ്റ്റുകളിലായിട്ട് അപ്ലോഡഡ് ആണ്. അപ്പം നിങ്ങൾ അതൊക്കെ പോയി കാണുക. ഈ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. മരുന്ന് എഴുതിയത് ആരാണ്? അതൊരു നോവലാണ് കേട്ടോ. പൂനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ നോവലാണ് മരുന്ന്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അറിയാലോ, M മുകുന്ദന്റെ നോവലാണ്. നക്ഷത്രങ്ങൾ കാവൽ P പത്മരാജൻ അദ്ദേഹം എഴുതിയ നോവലാണ് നക്ഷത്രങ്ങൾ കാവൽ. അതുപോലെ തന്നെ നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യറാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ് കേട്ടോ നളചരിതം ആട്ടക്കഥ. നാറാണത്ത് ഭ്രാന്തൻ രചിച്ചത് ആരാണ്? P മധുസൂദനൻ നായർ, അദ്ദേഹത്തിന്റെ കവിതയാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നാറാണത്ത് ഭ്രാന്തൻ P മധുസൂദനൻ നായർ കവിത. നീർമാതളം പൂത്തപ്പോൾ കമലാദാസിന്റെ നോവലാണ് ഏത്? നീർമാതളം പൂത്തപ്പോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 60ഓളം കൃതികളും അവയുടെ കർത്താക്കളെയുമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു മാർക്ക് ഷുവറായിട്ടും കിട്ടും. പിന്നെ നമുക്ക് കൂടുതൽ കൃതികളും കർത്താക്കളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.